നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെ ശവപ്പെട്ടിയിലാക്കി. ഇവനൊന്നും ആരും വോട്ട് ചെയ്യരുത്. നാലാമതൊരാൾ മുഖ്യമന്ത്രിയാകുമോ? ഇങ്ങനെ ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് കോൺഗ്രസിലുണ്ടായിരിക്കുന്നു. കേരളത്തിൽ അനാഥമായ ഒരു സംസ്ഥാനമായി മാറുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ സതീശൻ തരംഗം കണ്ട് അമ്പരന്ന് പോകുന്ന രാഹുൽ ഗാന്ധി. തിരിച്ചറിവിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിയാമായിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നതിന് ഈ ഒരാഴ്ചക്കാലം നീണ്ട വലിയ ചർച്ചകളൊന്നും നടത്തില്ലായിരുന്നു. അയാൾക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധി എങ്ങനെ ഈ രാജ്യം ഭരിക്കും? അതുകൊണ്ട് ഇവനെപ്പോലുള്ളവനെ വോട്ട് നൽകി വിജയിപ്പിക്കാതിരിക്കുക, അതാണ് ഈ നാടിന് ഏറ്റവും നല്ലത്. അങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ വോട്ടർമാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിലെ കുറെ കറകളഞ്ഞ മുതിർന്ന നേതാക്കന്മാരും. ഈ കടൽ കിഴവന്മാരെ ശവപ്പെട്ടിയിലാക്കി മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയട്ടെ. കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് ശവപ്പെട്ടിയിലാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ. എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസം ഇപ്പോൾ നടപ്പിലാക്കിയത് ഈ നേതാക്കന്മാർ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിന് പിന്നാലെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള ചർച്ചകൾ ഇങ്ങ് കേരളത്തിൽ നിന്ന് മാറി അങ്ങ് ഡൽഹിയിലേക്ക് നീളുകയാണ്. VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തല എന്നീ പ്രമുഖർക്ക് പുറമെ അപ്രതീക്ഷിതമായൊരു നാലാമൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികളായിട്ടുള്ള അജയ് മാക്കനും മുഗൾ വാസ്നിക്കും കേരളത്തിലെ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടിയെങ്കിലും അന്തിമ തീരുമാനം ഞായറാഴ്ചയോടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമെന്നറിയുന്നു. എന്ത് പ്രഖ്യാപിക്കാൻ? KC വേണുഗോപാൽ സ്വന്തം കൂട്ടുകാരനായതുകൊണ്ടും അയാളെ ഒഴിഞ്ഞ് ഇയാൾക്ക് മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും KC വേണുഗോപാൽ പറയുന്നതിൽ മാത്രം ഒപ്പിട്ട് ശീലമുള്ളത് കൊണ്ടും മാത്രം രാഹുൽ ഗാന്ധിക്ക് പറയാൻ മറ്റൊരു പേരുണ്ടാകില്ല. കാരണം അത്രത്തോളം ഈ പാർട്ടിയെ അപജയപ്പെടുത്തിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പെണിയാളായിട്ടുള്ള KC വേണുഗോപാലും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് ഈ പാർട്ടി എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരിടത്തുമില്ല. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കൊരു എഴുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ, ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങ് കേരളത്തിൽ ചില പരിണിതപ്രജ്ഞരായ നേതാക്കളും ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി UDF എന്ന് പറയപ്പെടുന്ന സംവിധാനവും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് 102 സീറ്റുകൾ എന്ന് പറയപ്പെടുന്ന വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചിന്ത തന്നെയാണ്. പക്ഷെ അവിടെ അത്തരത്തിൽ വിജയിച്ചു കയറിയ, വിജയിപ്പിക്കുവാൻ കൂടെ നിന്നവരെ തള്ളിക്കളയുന്ന സമീപനം സ്വീകരിക്കുന്ന വലിയ നേതാക്കന്മാർ, അതായത് ഹൈക്കമാൻഡ് എന്നറിയപ്പെടുന്ന ലോ കമാൻഡുകൾ, ഇവന്മാരെയാണ് മുള്ളുമുറുക്ക് വെച്ച് തല്ലി ഓടിക്കേണ്ടത്. അങ്ങനെയുള്ള KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ നയിക്കുന്ന ഈ കോൺഗ്രസ് ഈ രാജ്യം ഒരിക്കലും ഭരിക്കാതിരിക്കട്ടെ. കാരണം ഇതാണ് ഇവരുടെ നിലപാടെങ്കിൽ ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളിൽ എന്ത് നടന്നു എന്ന് അന്വേഷിക്കാൻ സംഘടനാ ചുമതലയുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ മരവാഴ KC വേണുഗോപാലിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവൻ എന്ത് പ്രവർത്തനം നടത്തിയെന്ന് തിരിച്ചറിയുവാനുള്ള കരുത്ത്, അല്ലെങ്കിൽ അതെന്ത് നടത്തിയെന്ന് അന്വേഷിക്കുവാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കും ഉണ്ടാകുന്നില്ല. പകരം മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ് കേരളത്തിൽ. ഇങ്ങനെയുള്ള മരവാഴകളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ദേശീയ പാർട്ടിയെ ഒരു പ്രാദേശിക പാർട്ടിയാക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാം രാഹുൽ ഗാന്ധിക്കും ഈ KC വേണുഗോപാലനും. അങ്ങനെയുള്ള വേണുഗോപാലനും ഈ രാഹുൽ ഗാന്ധിയും ഒക്കെ കൂടെ ചേർന്ന് കേരളത്തെ മുച്ചൂട് മുടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ 5 വർഷക്കാലം ഇവിടുത്തെ ജനം ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ഇത് നിന്റെയൊക്കെ അവസാനമാണ് എന്ന് പറയട്ടെ. ഇത് കോൺഗ്രസ്സുകാരന്റെ അവസാനമാണ്. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പോ, ഇനി ഈ വോട്ട് ചെയ്ത ജനങ്ങളോ നിങ്ങൾക്കൊരിക്കലും വോട്ട് ചെയ്യില്ല. ഇങ്ങനെ നടു റോഡിൽ ഉടുമുണ്ടുരിയുന്ന സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്ന കോൺഗ്രസ്സുകാരനെ ഇനി അവർക്ക് വേണ്ട. 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുരന്തപൂർണമായ ഭരണത്തെ വലിച്ചെറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ ജനങ്ങൾ ഈ കോൺഗ്രസ്സുകാർക്ക് വോട്ട് നൽകിയത്.
അതിൽ പ്രതീക്ഷ വയ്ക്കുന്ന ചിലരുണ്ട് എന്ന് തോന്നി. വി ഡി സതീശനെ പോലുള്ള ചില നേതാക്കൾ, അവരൊക്കെ മുൻപിൽ നിന്ന് നയിച്ചത് കൊണ്ട് തന്നെയാണ് ജഡമായി കിടന്നിരുന്ന ഈ പാർട്ടി ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിന്നപ്പോൾ ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ പുതിയ കുപ്പായം തുന്നി മുഖ്യമന്ത്രിയാകാനെത്തുന്നു. നാണമില്ലാത്തവന്മാർ. എനിക്ക് ഈ വി ഡി സതീശനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയേണ്ട കാര്യവുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഒപ്പം തന്നെ അദ്ദേഹം UDFന്റെ ചെയർമാനായി തീർന്നതിന് ശേഷം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങളുമൊക്കെ ആ പാർട്ടിയെയും ആ മുന്നണിയെയും കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സ്വാധീനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധിയെ പോലൊരു മരവാഴ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു നേതാവ് എന്ന് പറയപ്പെടുന്നത് KC വേണുഗോപാൽ ആണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടി ശവപ്പെട്ടിയിലായി എന്ന് അർത്ഥം. ഇവിടെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ മുറുകുമ്പോൾ നേതാക്കളുടെ അനുയായികൾ തെരുവിലിറങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിലും എറണാകുളത്തും വലിയ പ്രകടനങ്ങളാണ് നടന്നത്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി സതീശൻ അനുകൂലികൾ കളം പിടിച്ചപ്പോൾ തിരുവനന്തപുരത്ത് KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകളിൽ പാലഭിഷേകം നടത്തിയാണ് അണികൾ ആവേശം പ്രകടിപ്പിച്ചത്. അതുകൂടി പറയാം. ഈ മെയ് മാസം 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം, അതിന്റെ തലേ ദിവസം, അതായത് മെയ് മാസം 3-ാം തീയതി 400ഓളം പേർക്ക് പണം കൊടുത്ത് KC വേണുഗോപാലിനെ ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഭവന്റെ പരിസര പ്രദേശങ്ങളിൽ ആളെ കൊണ്ടു നടന്നവനാണ് ഈ KC വേണുഗോപാൽ. അവനാണ് ഇന്ന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. അപ്പോൾ ഇതുകൂടി പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇവിടെ നടക്കുന്ന കോൺഗ്രസിനകത്തെ ചെയ്തികൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ KC വേണുഗോപാലിനെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് ആരും കാണുന്നില്ല. ആ പ്രതിഷേധ ബാനറുകൾ എന്തുകൊണ്ട് ഉയർന്നു എന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആവശ്യത്തിലധികം പിടിപ്പത് പണിയുണ്ടല്ലോ KC വേണുഗോപാലെ താങ്കൾക്ക്. ഒരു AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ ഒരു ദേശീയ പാർട്ടിയെ നയിക്കുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അതിനെ മറന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ അല്ലെങ്കിൽ അതിനാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന താങ്കളുടെ ഈ കുൽസിത പ്രവൃത്തികളുണ്ടല്ലോ, പണം കൊടുത്ത് ജയ് വിളിപ്പിക്കുക, പണം കൊടുത്ത് ആളെ കൊണ്ടുവരിക, ഇന്ദിരാഭവനിന് മുമ്പിൽ ബാനറുകൾ പൊക്കുക, അതിനുശേഷം വേണുഗോപാലാണ് ലോകത്തെ ഏറ്റവും വലിയ നേതാവെന്ന് വരുത്തി തീർക്കുക. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ എവിടെയായിരുന്നു KC വേണുഗോപാൽ? താങ്കളെ ഡൽഹിയിൽ വെച്ച് കണ്ടാൽ പോലും ആരും മൈൻഡ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. ഇനി കേരളത്തിൽ വന്നാൽ ആരും അറിയുക പോലും ഇല്ലായിരുന്നു. ഇന്ന് എവിടുന്ന് വന്നു ഈ ഒരു വലിയ ആൾബലവും ഒക്കെ? അപ്പോൾ അതൊക്കെ പണം കൊടുത്തുണ്ടാക്കുന്നതാണ്. 400ഓളം പേരെ പണം കൊടുത്ത് ജയ് വിളിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നേതാവാണ് ഈ KC വേണുഗോപാൽ. ഇവിടെ വി ഡി സതീശന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം ഹൈക്കമാൻഡിനെ പോലെ മമ്പരപ്പിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ 1.25 ലക്ഷത്തിലധികം കമന്റുകളാണ് സതീശനെ പിന്തുണച്ചുകൊണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ നടന്ന ജൻസി പ്രതിഷേധം എന്ന സ്റ്റാറ്റസ് ക്യാമ്പയിൻ 35,000-ലധികം യുവാക്കൾ അവർ പങ്കുചേർന്നിരിക്കുന്നു. ജനവികാരം സതീശൻ അനുകൂലമാണ് എന്ന സമ്മർദ്ദം ചെലുത്താനാണ് ഇതിലൂടെ അണികൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ നടത്തിയ വ്യക്തിഗത ചർച്ചകളിൽ ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണച്ചതായാണ് വിവരം. അത് പിന്തുണയ്ക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ജനപിന്തുണ എന്ന് പറയപ്പെടുന്നത് സതീശനും പണപിന്തുണ എന്ന് പറയപ്പെടുന്ന KC വേണുഗോപാലിനും. ഇവിടെ ഈ പറയുന്ന മത്സരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്തതും ഫണ്ട് കൊണ്ടുവന്ന് ഇവർക്കെല്ലാം നൽകിയതുമാരാണ്? അത് KC വേണുഗോപാൽ. അതുകൊണ്ട് പണപിന്തുണ ഉള്ളത് വേണുഗോപാലിനാണ്, എന്നാൽ ജനപിന്തുണയുള്ളത് വി ഡി സതീശനാണ്. ഇവിടെ വി ഡി സതീശന് വേണ്ടി വാദിക്കലല്ല ഇത്. പക്ഷേ KC വേണുഗോപാലിന്റെ മുമ്പിൽ ചില കടമ്പകളുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടുന്ന AICCയുടെ തീരുമാനം അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തായിരുന്നു? MP-മാരെ കേരളത്തിൽ മത്സരിപ്പിക്കേണ്ട. എന്നാൽ പിന്നെ ആലപ്പുഴയുടെ MP ആയിട്ടുള്ള KC വേണുഗോപാൽ എന്തിനിപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങി? അതിനെ തടയിടുവാൻ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നേതാവിന് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഒരു മരപ്പാഴാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ സംസാരിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ മാത്യു കുഴൽനാടിനെ പോലുള്ള കുഴലൂത്തുകാരുണ്ടല്ലോ KC വേണുഗോപാലിന് വേണ്ടി, മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് അവസാനത്തെ വിജയമാണ് മാത്യു കുഴൽനാട് നിന്റേത്. നിന്റെ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പ് വിജയമായിരിക്കും ഇത്. കൂടെ നിൽക്കുന്നവനെ ഒറ്റ കൊടുക്കുന്ന സമീപനം കാണിക്കരുത്. ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഘടകകക്ഷികൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ ഏറാൻ മൂളികളല്ല. അത് മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് ആണെങ്കിലും ഇനി CMP ആണെങ്കിലും ആരാണെങ്കിലും അവരവർക്ക് അവരവരായിട്ടുള്ള വ്യക്തിത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ
താങ്കൾ കയറി ഭരിക്കണ്ട, മാത്യു കുഴൽനാടൻ ഒരു MLA ആയി ഒരിടത്ത് നിന്നാൽ മതി. എന്തായാലും ഈ ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം കൊണ്ടുപോകാൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും VD സതീശന്റെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഭരണപരിചയവും മുതിർന്ന നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ 3 പേർക്കും തുല്യ സാധ്യതകൾ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തത് KC ആണ്. KCക്ക് മാറി നിൽക്കാമായിരുന്നു. മാറി നിന്നിട്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും മത്സരിക്കട്ടെ, കുഴപ്പമില്ല. കാരണം അവർ ജനഹൃദയങ്ങളിൽ ഇറങ്ങി നിന്ന് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചുവെന്ന MLA-മാരാണ്. അവർക്ക് 2 പേർക്കും ക്ലെയിം ഉണ്ട് പറയുവാൻ. പകരം പണം കൊടുത്തതിന്റെ പേരിൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായിട്ടും ആ കുടുംബവുമായിട്ടുമുള്ള ഒരു വലിയ ബന്ധത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത് വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല KC വേണുഗോപാൽ. ഈ ഒരു കുടുംബാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യം ഈ കോൺഗ്രസ് ചെയ്യേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പേ ഉണ്ടാകില്ല ദേശീയ തലത്തിൽ. അത് ഉറപ്പായി കഴിഞ്ഞു. കാരണം രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൂടി ഈ പാർട്ടിയെ ശവപ്പെട്ടിയിലാക്കി അവസാനത്തെ ആണിയും അടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ 3 നേതാക്കളും തമ്മിലുള്ള പോര് രൂക്ഷമായാൽ സമവായം എന്ന നിലയിൽ വിസ്മയകരമായിട്ട് ഒരു 4ാമൻ മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാവില്ല. അത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ ഒരാളോ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ മറ്റൊരു മുതിർന്ന നേതാവോ ഈ സ്ഥാനത്തേക്ക് എത്തിയേക്കാം. മുഖ്യമന്ത്രിയെ ഞായറാഴ്ച പ്രഖ്യാപിച്ചാൽ ബുധനാഴ്ചയോടുകൂടി സത്യപ്രതിജ്ഞ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹൈക്കമാൻഡ് റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ഡൽഹിയിൽ നടക്കുന്ന നിർണായക ചർച്ചകളാകും കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുക. ഹൈക്കമാൻഡ് നിരീക്ഷകർ നടത്തിയ വ്യക്തിഗത ചർച്ചകളിൽ ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയായിട്ടുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം കൊണ്ടുപോകുവാൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും VD സതീശന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഭരണപരിചയവും അത് മുതിർന്ന നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ട് പറയുന്നവർ തുല്യ സാധ്യതകൾ കൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരാൾ പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ആ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണപക്ഷത്തെ നഖശികാന്തം എതിർത്ത് അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് 5 വർഷക്കാലം ഇറങ്ങി പ്രവർത്തിച്ച് അതിനുശേഷം ആ പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ സാധ്യതകളിൽ മുന്നിൽ നിൽക്കേണ്ടത് ആ പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്ത് കോൺഗ്രസ് പാർട്ടി? നേതാക്കൾക്കിടയിലെ തർക്കം പോലും പരിഹരിക്കാൻ കഴിയാതായി പോകുന്ന ഒരു ഹൈക്കമാൻഡ് ഇവിടെ ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കുവാനുള്ള ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു. ഇതിന്റെയൊക്കെ എന്ത് ആവശ്യമാണുള്ളത്? AICC നിർദ്ദേശപ്രകാരം ആർക്കും പരാതിയില്ലാത്ത വിധം അധികാരം പങ്കുവെക്കുന്ന ഫോർമുല സജീവ പരിഗണനയിലേക്ക് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ജനകീയ നേതാവ് എന്ന പ്രതിഷ്ഠയായ സതീശനുണ്ട് എന്ന വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡുണ്ട്. അതേസമയം KC വേണുഗോപാലിനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് പിടിച്ചു വയ്ക്കപ്പെടുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ഇഷ്ടവും താല്പര്യവും കൊണ്ടാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നഷ്ടബോധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇനി ഒരിക്കലും കേരളത്തിലാണെങ്കിലും ചിലപ്പോൾ ജനങ്ങൾ ഇവർക്കൊന്ന് വോട്ട് ചെയ്തെന്ന് വരില്ല. കാരണം ഈ കണ്ടതൊക്കെ തന്നെ ഇനിയും കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ജനങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ടോ UDFന് വേണ്ടിയിട്ടോ വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ UDF സംവിധാനത്തിനകത്ത് അവരോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളിൽ പലരും ഈ മുന്നണി വിട്ടുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴല്ലെങ്കിൽ ഭാവി. അത് ഈ മാത്യു കുഴൽനാടനെ പോലുള്ളവരുടെ നാവടക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുന്നണി സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമാകും. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന ഓരോ നിമിഷവും അണികൾക്കിടയിലെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഇപ്പൊ കണ്ണൂരിലും കൊല്ലത്തുമൊക്കെ സതീശൻ അനുകൂലികൾ ഫ്ലക്സുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഹൈക്കമാൻഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേതാക്കളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടാകില്ലായിരുന്നല്ലോ. ഒരൊറ്റ തീരുമാനം ഹൈക്കമാൻഡ് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ആരാണോ അയാൾ മുഖ്യമന്ത്രിയാകട്ടെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലായിരുന്നു. എന്നേ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് അധികാരത്തിലേറാമായിരുന്നു. ഈ സംസ്ഥാനം ഇങ്ങനെ അനാഥമാകില്ലായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അനാഥമായി കിടക്കുക. കാരണം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രാജിവെച്ചു. അദ്ദേഹം ഈ പറയുന്ന പോലെ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് വലിയ അധികാരങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജയിച്ചു വന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതായി പോകുന്നത് ഇത്രത്തോളം ഗതികേടാണ് എന്ന് ഈ കോൺഗ്രസ് പാർട്ടി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത്രയും ഗതികെട്ട ഈ പാർട്ടിക്കാണല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ഓർത്ത് അവർ ഇനി ഒരിക്കലും അവർക്ക് വോട്ട് ചെയ്യില്ല, ഇവനൊന്നും ഇനി ഒരിക്കലും ആരും വോട്ട് ചെയ്യരുത് എന്നുകൂടി അവർ മറ്റുള്ളവരെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ ശവപ്പെട്ടിയിലാക്കിയതിന് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഈ ജനത്തിനോട് മാപ്പ് പറഞ്ഞത്.